ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോവുകയാണ്. PDPP ആക്ട് സെക്ഷൻ 3 പ്രകാരം നിലമ്പൂർ MLA PV അൻവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. BNS പ്രകാരം 189, 329, 332, 132, 121, 190, 191 വകുപ്പുകൾ പ്രകാരം മലപ്പുറം നിലമ്പൂർ MLA PV അൻവർ അറസ്റ്റിൽ എന്ന തരത്തിൽ ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് പങ്കുവെക്കുവാനുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ്. അൻവർ ഉൾപ്പെടെ 11 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിന് തൊട്ട് മുൻപ് PV അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അറസ്റ്റിന് തൊട്ട് മുൻപ് ആ പ്രതികരണത്തിലേക്ക് വളരെ വേഗം പോയി മടങ്ങിയത്. MLA ആയതുകൊണ്ട് ഞാൻ വഴങ്ങി കൊടുക്കുകയാണ്. മനസ്സിലായോ? എനിക്ക് പോലീസ് വന്നപ്പോൾ വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ആളെ കൂട്ടിയിട്ട് ഈ അറസ്റ്റ് എനിക്ക് തടുക്കാം. ഈ പോലീസുകാരെന്താ ചെയ്യുക? ഒരു DYSP അയാളെ കൊണ്ട് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ നിസ്സഹായാവസ്ഥ അല്ലാതെ ഈ സാധു പോലീസുകാരെ മെക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? അവരിതിന്റെ ഉത്തരവാദിയല്ലല്ലോ. ആരാ ആഭ്യന്തര വകുപ്പ്? പിണറായി മുഖ്യമന്ത്രിയാണ്. ആ നിർദ്ദേശം പാലിക്കാൻ വന്ന പോലീസുകാരാണ്. അവർക്ക് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞാനൊരു നിയമസാമാജികന് MLA ആയതുകൊണ്ട് ഇപ്പം വഴങ്ങുക, അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പൊ നമുക്കത് കാണാം. ഇനി ഒരു പക്ഷേ ജയിലിലിട്ട് എന്നെ കൊല്ലിയായിരിക്കും. പലരും കൊന്നിട്ടുണ്ടല്ലോ, പലർക്കും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണല്ലോ. അപ്പൊ അതൊക്കെ വരട്ടെന്ന് എന്റെ തലയിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതെനിക്കറിയാം. അത് നമ്മൾ ജനിക്കുമ്പോഴേ അത് എഴുതി വെക്കുന്ന പറഞ്ഞത്. അതിനനുസരിച്ച് ജീവിതം പോകുള്ളൂ. അതിന്റെ ബാക്കിയാണ്, അതിൽപ്പെട്ട ഒന്നാണ് ഇന്നത്തെ അറസ്റ്റ്. അപ്പൊ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പോലീസ് സ്വാഭാവികമായിട്ടും മുകളിലുള്ളത് പറഞ്ഞു കേട്ട് വന്നവരാണെന്ന് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അറസ്റ്റുമായിട്ട് സഹകരിക്കുന്നത് എന്ത് നടപടിയുടെ ഭാഗമായിട്ടാണ്? അല്ല, അറസ്റ്റുമായി സഹകരിക്കുന്ന ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത അറസ്റ്റ് വാറണ്ട് തന്നാൽ അതിന് നിയമവിധേയമായിട്ട് അതിന് നിന്നു കൊടുക്കുക എന്നതൊരു മനുഷ്യന്റെ ഒരു നിയമം അനുസരിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന അത്രേ ഉള്ളൂ. സ്പീക്കറുടെ അനുമതിയൊന്നും വേണ്ടല്ലോ. കേരളത്തിൽ എന്തിനാ സ്പീക്കർ? പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് വാങ്ങുമ്പോൾ എന്ത് നിയമമാണ് പിണറായിക്ക് ബാധ്യത? ഇവിടെ അറസ്റ്റ് വാറണ്ടായി നടക്കുന്ന സുപ്രീം കോടതിയിൽ പോയിട്ട് ജാമ്യം തള്ളിയ എത്ര കൊലക്കൊമ്പന്മാർ ഈ നാട്ടിൽ ജാമ്യം കിട്ടാതെ നടക്കുന്നുണ്ട്. ആരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഈ പോലീസ് അങ്ങക്കെതിരെ തന്നെ മുൻപ് പല വിഷയങ്ങളും കേസെടുത്തിരുന്നു. കേസെടുത്ത സംഭവമുണ്ട്, അല്ലാതെ കേസെടുത്തു. അതിലൊന്നും അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടായ ഘട്ടത്തിലാണ് പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിനെ നോക്കിക്കാണാനൊന്നും ഇല്ലാന്നേ. ഇതൊരു പേരിനുള്ള അറസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വാറണ്ടുകളും അവിടെ ഉണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അത്രയൊന്നുമില്ല. തൂക്കാനും വിരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ് നിൽക്ക്. ഞാനിപ്പോ എന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ അതാണ് ഇതിലെ വിഷയം. അതിന് നിങ്ങൾ ആരും ബേജാറാവേണ്ട കാര്യമില്ല. അല്ല, ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. പിന്നെ കൈ നീട്ടേണ്ട കാര്യമൊന്നുമില്ല. PV അൻവർ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിയമപരമായി തന്നെ നീങ്ങാനാണ് തീരുമാനം. നിയമത്തിന് വഴങ്ങുന്നു എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് കാണാമെന്ന തരത്തിലാണ് പറഞ്ഞത്. പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിലമ്പൂരിൽ DFO ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ ഉൾപ്പെടെ 11 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിയമത്തിന്റെ സഹായത്തോടെ പുറത്തു വന്നതിന് ശേഷം ബാക്കി കാണാമെന്നാണ് അൻവറിന്റെ പ്രതികരണം. അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട PDPP ആക്ട് പ്രകാരം ാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ജാമ്യമില്ല വകുപ്പ് പ്രകാരം BNS 189, 329, 332, 132, 121, 190, 191 വകുപ്പുകൾ പ്രകാരമാണ് PV അൻവറിനെ നിലമ്പൂർ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ നേതൃത്വത്തിൽ മലയോര മേഖലയിൽ DMKയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ കഴിഞ്ഞ ദിവസം നടന്നു വന്നിരുന്നു. അതിന്റെ സമാപന ദിവസമായിരുന്നു
ഇന്ന്. അതിനിടയിലാണ് അൻവറിന്റെ കൂടി മണ്ഡലമായ നിലമ്പൂരിൽ ഒരു ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നതിന് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി നിലമ്പൂരിലെ DFO ഓഫീസിൽ ചെന്ന അൻവറിന്റെയും സംഘത്തിനെയും എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് DMK പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുൻപ് മീഡിയ മണ്ണിനോട് പ്രതികരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, നിയമത്തിന്റെ വഴിയിൽ മാത്രമേ പോയിട്ടുള്ളൂ, പോലീസ് ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും എടുത്തിട്ടില്ല എന്നതാണ് മന്ത്രി AK ശശീന്ദ്രൻ, വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അടക്കം പറഞ്ഞത്. ഏതായാലും നിർണായകമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഒരു MLA അറസ്റ്റിലായിരിക്കുന്നു. ജനകീയ വിഷയത്തിന്റെ പേരിൽ നടത്തിയ ഒരു മാർച്ച്, ആ മാർച്ച് അക്രമാസക്തമാവുകയും ഒപ്പം തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ DFO ഓഫീസിന്റെ പരാതിയുടെ പേരിൽ പോലീസ് കേസെടുക്കുന്നു. MLA അടക്കം 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള നിർണായകമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്.